ഗുരുതര പരിക്കിനെ തുടർന്ന് ഡോക്ടർമാർ വിരമിക്കൽ ശുപാർശ ചെയ്ത താരമാണ് ഘാനയുടെ ഗോൾ കീപ്പറായ ബെഞ്ചമിൻ അസാരെ. പരിക്കിന് ശേഷമുള്ള ദേശീയ ടീമിലേക്കുള്ള യാത്ര കഠിനമായിരുന്നുവെങ്കിലും അസാരെ തളർന്നില്ല. ഒടുവിൽ പകരക്കാരനായി ലോകകപ്പിലിറങ്ങിയ രാജ്യത്തിന്റെ ഹീറോയെ അസാരെയെക്കുറിച്ച് നമുക്കറിയാം. തന്റെ ഫുട്ബോൾ കരിയറിലെ ഏറെക്കാലവും ഘാനയുടെ 2ാം ഡിവിഷനിലാണ് ബെഞ്ചമിൻ അസാരെ ഗോൾവല കാത്തത്. ജീവിത പ്രതിസന്ധികളിൽ തളരുമ്പോഴും അയാൾക്ക് ഊർജം നൽകിയത് കാൽപന്താണ്. രണ്ടാം ഡിവിഷനിലായിരുന്നതിനാൽ സാമ്പത്തികമായി യാതൊരു നേട്ടവും ഫുട്ബോളിൽ നിന്ന് അസാരയ്ക്ക് ലഭിച്ചിരുന്നില്ല. കുടുംബത്തിന്റെ പട്ടിണി മറികടക്കാൻ കഴിയുന്ന ജോലികളൊക്കെ അയാൾ ചെയ്തു. ബസ് കണ്ടക്ടറായും തുടർച്ചയായി 3 വർഷം കൊക്കോ ഫാമുകളിൽ ജോലി ചെയ്തും ജീവിതത്തോട് പടവെട്ടി. അപ്പോഴും ഫുട്ബോളിനെ വിടാൻ തയ്യാറായില്ല. ഇതിനിടെ അസാരയുടെ കാലിന്റെ കുഴയ്ക്ക് ഗുരുതര പരിക്കേറ്റു. 18 മാസം കളത്തിന് പുറത്തിരിക്കേണ്ടി വന്നതോടെ വിരമിക്കലാണ് ഉചിതമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എന്നാൽ ദേശീയ കുപ്പായമെന്ന അടങ്ങാത്ത സ്വപ്നം അയാളെ വീണ്ടും കളത്തിലെത്തിച്ചു. രണ്ടാം ഡിവിഷനിലെ തുടർച്ചയായ മികച്ച പ്രകടനം ഒടുവിൽ അസാരയ്ക്ക് ടോപ്പ് ലീഗിലേക്കുള്ള വഴി തുറന്നു. 2025-ൽ ഘാനയുടെ ടോപ്പ് ഫ്ലൈറ്റ് ടീമായ അക്ര ഹാർട്സ് ഓഫ് ഓക്കയിലേക്ക് മാറിയതോടെ അസാരയ്ക്ക് ദേശീയ ടീമിലേക്കും വിളിയെത്തി. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഘാന ദേശീയ ടീമിനായി 6 മത്സരങ്ങളിൽ ബൂട്ടടിഞ്ഞു. വഴങ്ങിയത് ഒരേ ഒരു ഗോൾ മാത്രം. ലോകകപ്പിൽ പനാമയ്ക്കെതിരെ പകരക്കാരനായാണ് അസാരെ ക്ലീൻ ഷീറ്റുമായി അരങ്ങേറ്റം കുറിച്ചത്. ഇതോടെ ആഭ്യന്തര ലീഗിൽ കളിക്കുമ്പോൾ തന്നെ ഘാനയ്ക്കായി ലോകകപ്പിൽ അരങ്ങേറുന്ന ആദ്യ താരമായി. 2ാം മത്സരത്തിൽ ഇംഗ്ലണ്ട് ആക്രമണ നിരയുടെ എണ്ണം പറഞ്ഞ 3 ഷോട്ടുകളും അസാരെ തടുത്തിട്ടു. കൊളംബിയക്കെതിരെ നോക്കൌട്ട് മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഘാനയുടെ വല കാക്കുക അസാരെയാണ്. കൊക്കോ ഫാമുകളിൽ നിന്ന് ലോകകപ്പ് വേദിയിലേക്കുള്ള അസാരെമാരുടെ യാത്രയാണ് കാൽപന്തിന്റെ മനോഹാരിത. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.